അപ്പോൾ ഇന്നലെ മൈൽസിന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നേ. ഇത് സർപ്രൈസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. എന്നോട് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മൈൽസിനോട് ടെക്സ്റ്റ് ചെയ്യും ഗുഡ് നൈറ്റ് എന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു രാവിലെ വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഈ സോസേജ്, എഗ്, ചീസ്, മക്ഗ്രിഡലും മതി. പിന്നെ നമ്മുടെ ഹാഷ് ബ്രൗണും വേണമെന്ന്. അപ്പോൾ അത് 2ഉം കൊണ്ടുവന്നു. പിന്നെ എക്സ്ട്രാ ഒരു ഇതും കൂടെ കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ ബേക്കൻ എഗ് ചീസ് ബേഗിൾ അത് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ താഴെ വന്ന് ചൂടാക്കി. പിന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചായ. ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. അമ്മ ചായയും കാപ്പിയും ഇടുമ്പോൾ എന്താണ്ടൊക്കെ ഇട്ടാ തരുന്നത്. നല്ലതാ, തൊണ്ടയ്ക്ക് നല്ലതാ, ശരീരത്തിന് നല്ലതാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ മൈൽസ് ഉറങ്ങി എണീറ്റപ്പത്തേനും ഞാൻ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഉണ്ടാക്കി. പിന്നെ സൈഡായിട്ടൊരു മാഷ് പൊട്ടറ്റോയും ഉണ്ടാക്കിയായിരുന്നു. ഇപ്രാവശ്യം ഞാൻ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേ. സാധാ അമ്മ പറയും മധുര ചിക്കനാ വേണ്ടെന്ന് പറയും. പക്ഷേ ഈ പ്രാവശ്യം അമ്മ തിന്നിട്ട് എനിക്ക് കോംപ്ലിമെന്റ് ഒക്കെ തന്നു കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസിന് എന്നാ കുഞ്ഞാവ എന്തിടണം, നമ്മൾ എന്തിടണം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ വാൾമാർട്ടിൽ ചുമ്മാ പോയി. അങ്ങനെ അവക്കും നമുക്കും എല്ലാം എന്താ നല്ല ഉടുപ്പൊക്കെ വാങ്ങിച്ചു. എൻ്റെയും മൈൽസിൻ്റെ ഉടുപ്പ് ഐ മീൻ സ്വെറ്ററേലിങ്ങനെ ലൈറ്റൊക്കെ കത്തുന്ന നല്ല കോമഡിയാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഇട്ടിട്ട് അമ്മയെ കാണിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പീരീഡ് വന്നപ്പോൾ പറഞ്ഞ് എന്നാ ഒരു കോൺ ഐസ്ക്രീം തിന്നാൻ ഒരു കൊതിയെന്ന്. അപ്പോൾ ഇന്ന് കൊണ്ട് എനിക്ക് കോൺ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ഞാനതൊക്കെ എപ്പോഴേ മറന്നു പോയെന്നറിയാമോ. പിന്നെ നമ്മൾ ഡോളർ ട്രീന്ന് ഒരു കുഞ്ഞ് ലൈറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഇത് ചുമ്മാ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുത്തി വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇവിടെ ഫ്രണ്ടിൽ ലൈറ്റ് വെച്ചില്ലായിരുന്നോ, അതിന് ബാറ്ററി ഇല്ലായിരുന്നു, കത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് മൈൽസ് അതിന് ബാറ്ററി ഒക്കെ ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിൽ മരത്തിൽ ലൈറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ദേ അതാ കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ലൈറ്റൊക്കെ വെച്ച് പിന്നെ അത് കണ്ടോ? ഒരു മെലിഞ്ഞ സാൻഡ അവിടെ തൂങ്ങിക്കിടക്കുന്നെ. പിന്നെ ഒരു വലിയ സാൻഡ മീനും പിടിക്കുന്നുണ്ട്. എന്നാ ഞാൻ ഇനി പോയി വല്ലോം കഴിക്കട്ടെ ട്ടോ. എനിക്ക് വിശക്കുന്ന്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്. ബൈ.